138ാമത്തെ വാർഷികാഘോഷങ്ങൾ വിവിധ യൂണിറ്റുകളിലായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പരിസമാപ്തിയാണ് കണ്ണൂർ യൂണിറ്റിൻ്റെ ആതിഥേയത്വത്തിൽ ഇന്ന് ഇവിടെ നടക്കുക. 139ാമത്തെ വർഷത്തിലേക്ക് ഏപ്രിൽ 15-ന് ദീപിക പ്രവേശിക്കുകയാണ്. മലബാർ വളക്കൂറുള്ള മണ്ണാണ്. പൂർവികർ ഈ മണ്ണിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇവിടേക്ക് കുടിയേറി ഇവിടെ പൊന്ന് വിളയിച്ച് ഈ നാടിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. അതുപോലെ ഈ കാലഘട്ടത്തിൽ ദീപികയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കാലം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് നയിക്കുവാൻ നിയുക്തനായ അഭിനന്ദ ജോസഫ് പാംപ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ മലബാറിൽ നിന്നുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബഹുമാനപ്പെട്ട മോൺസിങ്ങോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അച്ഛനും അതോടൊപ്പം പ്രിയപ്പെട്ട ശ്രീ ഡെന്നി വട്ടക്കുന്നേലും ബെന്നി വാഴപ്പള്ളിയും ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഒപ്പം സന്തോഷത്തോടെ ഓർക്കട്ടെ, ഈ ദീപിക ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് അതിൻ്റെ മുഖപ്രസംഗങ്ങളിലൂടെയാണ്. മുഖപ്രസംഗങ്ങൾക്ക് രൂപം നൽകുവാൻ നിർണായക പങ്ക് വഹിക്കുന്ന ദീപികയുടെ ചീഫ് എഡിറ്റർ ബഹുമാനപ്പെട്ട ജോർജ് കുടിലച്ചൻ തലശ്ശേരി രൂപതയിൽ നിന്നും മലബാറിൽ നിന്നുള്ള ആളാണെന്നുള്ളതും സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ജോർജ് അച്ഛൻ്റെ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യം, ഈ കണ്ണൂർ യൂണിറ്റിൽ അതോടൊപ്പം ദീപികയിൽ എല്ലാവരും ടീമായി പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ സന്തോഷമാണ്. ദീപികയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടെ ഓർക്കാനുള്ളത് കൂട്ടായ്മയുടെ സൽഫലങ്ങൾ പ്രകടിപ്പിച്ച വലിയ ചരിത്രമാണ്. ഈ 138ാമത്തെ വാർഷിക ആഘോഷങ്ങളോട് അനുബന്ധിച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരേ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കോട്ടയത്ത് ലുലു മാളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഏതാനും പേർക്ക് വേണ്ടി അവിടെ ക്രമീകരിച്ച രാവിലത്തെ പ്രോഗ്രാമിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി. അവിടെ ദീപികയെ പ്രതിനിധീകരിച്ച് ഞാൻ എത്തിയ അവസരത്തിൽ ശ്രീ ജോസഫ് അലി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ബിസിനസ് ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ബിസിനസ്സിനുള്ള എക്സലൻസ് അവാർഡ് നൽകി ദീപിക എന്നെ ആദരിച്ചു എന്ന് ആ വേദിയിൽ 2 പ്രാവശ്യം അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ കെ സാജു സാറ് എന്നോട് ചോദിക്കുകയുണ്ടായി, ഏത് പശ്ചാത്തലത്തിലാണ് ഈ ആദരവുകൾ നൽകുന്നത്? അതുതന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവർക്ക് അംഗീകാരം ലഭിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല. പ്രോത്സാഹനം ലഭിക്കേണ്ടവർക്ക് അത് ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല. അപ്പോൾ സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവരെ ഇന്നിവിടെ ആദരിക്കുന്നു എന്നുള്ളത് ഈ 138ാമത്തെ വാർഷികാഘോഷങ്ങളുടെ ഒരു സുപ്രധാന ഭാഗം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ആദരവിന് അർഹരായ ഓരോരുത്തരെയും ബഹുമാനിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ദീപികയുടെ പേരിൽ കൃത്യമായിട്ട് നല്ല കയ്യടികളോടെ ആദരവ് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ദീപിക ആരംഭിച്ചത് വ്യക്തമായ ദിശാബോധത്തോടു കൂടിയാണ്. മലയാളക്കരയിലെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്, അദ്ദേഹം തടികൊണ്ട് തീർത്ത പ്രസ്സിൽ അല്ലെങ്കിൽ അച്ചുകൂടത്തിൽ ആരംഭിച്ച് അതിന് നിധിരേഖൽ മാണിക്യ കത്തനാർ ആ പ്രഥമ പത്രാധിപകരായിട്ട് ശുശ്രൂഷ ചെയ്ത് അതിൻ്റെ പ്രഥമ മുഖപ്രസംഗത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുക: വിശ്വസ്ത ദൂതിയായി രാജമന്ദിരങ്ങളിലും മന്ത്രിസമത്തന്മാരുടെ സഭകളിലും ന്യായകർത്താക്കന്മാരുടെ സന്നിധാനത്തെങ്കിലും പോയി നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ, അനീതിയായ വാർത്തകൾ, പരജന പീഡനങ്ങൾ, സാധുക്കൾക്കുള്ള ആവശ്യങ്ങൾ ആദിയായവ അറിയിച്ച് പരജന സങ്കടങ്ങൾക്ക് നിവൃത്തി വരുത്തുക. ഈ ദൗത്യമാണ് ഇതിൻ്റെ പ്രഥമ മുഖപ്രസംഗത്തിൽ എഴുതിയിരുന്നുവെങ്കിൽ ആ ദൗത്യം ഇന്നും അഭംഗുരം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ദീപികയെ കേരളത്തിലെ മറ്റു ദിനപത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. അഭിമാനത്തോടുകൂടി ദീപികയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷമുള്ളത്. ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നതിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. ഈ ദൗത്യം ഇന്നും ദീപിക തുടരുകയാണ്. പത്രം വ്യവസായമായി മാറിയപ്പോഴും നയത്തിൽ വെള്ളം ചേർക്കാതെ മൂല്യാധിഷ്ഠിത പത്രധർമ്മം നിർവഹിക്കുന്ന ദീപിക 1939
ദീപിക നസ്രാണി ദീപിക എന്നതിൽ നിന്ന് ദീപിക എന്ന പേര് സ്വീകരിച്ചത്. ആദ്യം മാസത്തിൽ 2 പ്രാവശ്യമായിരുന്നുവെങ്കിൽ, പിന്നീട് ആഴ്ചയിൽ 1 പിന്നീട് ആഴ്ചയിൽ 3 ദിവസമായെങ്കിൽ, പിന്നീട് ദിനപത്രമായി. ഇന്ന് കേരളത്തിൽ ആരംഭിച്ച ദിനപത്രങ്ങളുടെ മുത്തശ്ശിയായി ശോഭിച്ചുകൊണ്ട് 139ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പത്രത്തെ ഈ നാട്ടിൽ നിലനിർത്തേണ്ടത്, ഈ നാട്ടിൽ സത്യം പ്രഘോഷിക്കുവാൻ ഒരു ശബ്ദമുണ്ടാകണമെന്നുള്ള വലിയ ദീർഘവീക്ഷണം പൂർവികർക്കുണ്ടായിരുന്നത് നിവൃത്തിയാക്കുവാൻ അനിവാര്യമാണ് എന്ന കാര്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് എക്കാലത്തും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുഖം നോക്കാതെ കാര്യം പറയുന്ന ഈ ദൗത്യം ഇനിയും തുടരുന്നതാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണമുണ്ടെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദീപികയ്ക്ക് കടുംപിടുത്തമുണ്ട്. അത് മറ്റൊരു കാര്യത്തിലുമല്ല, പിടിവാശിയുമുണ്ട്. ഒരേ ഒരു കാര്യത്തിൽ മാത്രം, ധാർമ്മിക മൂല്യത്തിൽ തെല്ലിട മാറ്റമില്ലാതെ കടുംപിടുത്തവും പിടിവാശിയുമായി മുൻപോട്ട് പോകുന്നു. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അഭിനന്ദ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ യൂണിറ്റ് അതിമനോഹരമായി പ്രവർത്തിക്കുന്നു എന്നതിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോബിൻ വലിയ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും നന്നായിട്ട് ഈ പ്രോഗ്രാമുകളെല്ലാം ക്രമീകരിക്കുന്നു എന്നുള്ളതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ജോർജിനെയും ജോസിനെയും ഉൾപ്പെടെയുള്ള ഈ യൂണിറ്റിലെ എല്ലാ പ്രവർത്തകരെയും കൃത്യമായി അഭിനന്ദിക്കുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട മാത്യു വലിയോറമ്പലസിന് ഒരിക്കൽ കൂടി ഈ ടീം അംഗങ്ങൾക്കും നല്ല അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.